കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണം. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ച കടന്നുപോകാൻ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, എന്താണ് സംഭവിച്ചത്? പരിക്ക് എങ്ങനെയുണ്ട്? നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ കായംകുളം പോലീസ് സ്റ്റേഷനിലെ CPO പ്രവീണിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സബീഷ് എന്ന മറ്റൊരു CPOയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ 2 ഉദ്യോഗസ്ഥരായിരുന്നു ഇന്ന് കായംകുളത്ത് ഈ ദേവികുളങ്ങര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലിക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് കെട്ടുകാഴ്ച കടന്നു പോകാൻ 11 kV ലൈൻ ഓഫ് ചെയ്തിരുന്നു. ഏറെ നേരമായി പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ലൈൻ ഓൺ ചെയ്യാൻ പോലീസ് പറഞ്ഞതാണ് തർക്കത്തിനിടയാക്കിയത്. പിന്നീട് 15ഓളം വരുന്ന സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് കുരുമുളക് സ്പ്രേ അടക്കം പോലീസിന് നേരെ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരെ 15 പേർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ, അതായത് 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സബീഷിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവീണിനെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രവീണിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾ പിടിയിലായി എന്ന വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇയാളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കായംകുളം DYSP അജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നിലവിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ തന്നെയുള്ള ആളുകളാണ് ഇവരെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൈൽ, ശരി, മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് മനസ്സിലാക്കുന്നു.